ഇന്നത്തെ പരിപാടി കാണിച്ചുതരാം. കുറേ ആയി മാങ്ങ, കഴിഞ്ഞ വർഷം മാങ്ങ ഉപ്പിലിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളൊക്കെ മുറിച്ചൊക്കെ തിന്ന് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്ത് മാങ്ങ കഴിഞ്ഞു. പക്ഷേ ഇക്കൊല്ലം രണ്ടാം വട്ടം എന്താ പൂത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ പറിച്ച് ഉപ്പിലിടാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് മാങ്ങ പറിച്ചാലും ഓക്കെ തുടങ്ങാം കേട്ടോ. ഇത് കേടായിട്ടുള്ളത്. എന്നാൽ ഒരെണ്ണം കൂടെ പറിക്കാം അല്ലേ. അത് നമുക്ക് മുറിച്ചിട്ട് ഉപ്പിലിടാം. ആദ്യം ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയിട്ട് തുടച്ചിട്ട് വേണം പിന്നെ മുറിച്ചെടുക്കാം കേട്ടോ. കഴുകിയിട്ട് ഇത് തുടച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് ഇത് തീർക്കണം. അല്ലെങ്കിൽ ഒരു പൂപ്പൽ പോലെ വരും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. നമുക്ക് മുറിച്ച് തുടങ്ങാം കേട്ടോ. മാങ്ങ കഴുകി തുടച്ച് വെച്ചതാട്ടോ. അത് മൂപ്പായില്ല കേട്ടോ. എന്താ അത്ര ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ചീരമുളക് പറിച്ചിട്ടുണ്ട് കേട്ടോ. ചീരമുളക് എന്നാ പറയുക, ഞങ്ങൾ വയലറ്റ് മുളക് കേട്ടത് കണ്ടോ, നല്ല കളറില്ലേ. ഇപ്പം മുളകൊക്കെ ചെറുതായി പോയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മറ്റേ മുളകും കൂടെ പറിച്ചിടണം. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. കല്ലുപ്പാണ് നല്ലത് കേട്ടോ. അച്ചാറിടുമ്പോഴും ഉപ്പിലിടുമ്പോഴൊക്കെ കല്ലുപ്പാണ് നമുക്ക് വേണ്ടത്. വാങ്ങാട്ടോ. ഇനി ഇതാ മുളക്. ഇനി മേലെ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. ഇനി നമ്മൾ ചൂടുവെള്ളം ഉണ്ടേ, ചൂടുവെള്ളം ഇനി നമുക്ക് കുറച്ച് സുക്ക വിനാഗിരി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടച്ച് വെക്കുകയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാം. 2 ദിവസത്തേക്കൊന്നും നിൽക്കൂല കേട്ടോ. ഇവിടെ മാങ്ങ ഉപ്പിലിട്ടാൽ 1 ദിവസം കൊണ്ട് തന്നെ സംഭവം തീർക്കും. അച്ചാറിട്ടാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് കുറച്ച് ദിവസം നാളെ തന്നെ എടുക്കും കേട്ടോ. ചെയ്യണതിന് മുന്നേ തന്നെ എടുക്കും. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ഉപ്പിലിട്ട് നോക്കിയിട്ട്. അപ്പോൾ മാങ്ങ ഇഷ്ടം പോലെ കിട്ടണതല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.